ഗുഡ് മോർണിംഗ്. ചേച്ചി നല്ല ഉറക്കം. ഉറങ്ങടച്ചേക്കാം. അപ്പൊ മാറുമ്പോ കണ്ടിച്ചു വെക്കാലോ. പിള്ളേരെണീച്ചോ? കിടന്നത് ഓർമ്മയുണ്ട്. നേരം വെളുത്തു. പിന്നെ അലാറം പ്രത്യേകിച്ച് വേണ്ടല്ലോ. ഇവരങ്ങ് വിളിച്ച് ഉണർത്തിക്കോളൂ. മനു 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 ഒന്ന് എണീക്ക്. കുട്ടികൾ ഉണർന്നു. എനിക്കിത് പാല് കാച്ചണം. എണീക്ക് മനു. മനു. ഗുഡ് മോർണിംഗ് സ്വീറ്റി. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. കുട്ടികളെ ഒന്ന് എടുക്കുന്നേ. ഒരാളെ ഞാൻ എടുക്കാം. പാല് കാച്ചട്ടെ. നീ ചെല്ല്, ഞാൻ എടുത്തോളാം. ഓ ഓ ഓ ഓ കരയണ്ട കരയണ്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്വീറ്റി. ചേച്ചി ചേച്ചി ചേച്ചി. ഷടാ, ഇവിടെ ആരും ഇല്ലേ? കോളിംഗ് ബെല്ല് വർക്ക് ചെയ്യുന്നില്ലല്ലോ. കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. ഷോ, എന്റെ സമയം ഒത്തു. ചേച്ചി ചേച്ചി. അവളിത് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആഹാ, എവിടെ നോക്കട്ടെ. ബേബി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കരയണ്ട 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 കരയണ്ട. ഓ, എന്തിനാ കരയുന്നേ? അജിച്ചി, ആരെങ്കിലും കരയോ? എന്തിനാ കരയുന്നേ? ഇത് കണ്ടോ? അച്ഛനും മോനും അവിടെ കിടന്നുല്ലേ? പാറുമോക്ക് ഇവിടെ കുശുമ്പ്. പപ്പ, ഒരാളെല്ലാം ഒരു സമയം എടുക്കാൻ പറ്റുള്ളൂ. ബാ, നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചണിൽ പോയിട്ട് നമുക്ക് പയ്യെ പോവാട്ടോ. ഇവിടെ നമ്മുടെ ഗൗരി ചേച്ചിയും നമ്മുടെ ശിവചേട്ടായും നല്ല ഉറക്കമാ. നമുക്ക് പയ്യെ 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 കിച്ചണിൽ പോവാം. ഓക്കെ? പാലുണ്ട് എന്നും തോന്നുന്നു. എന്താണ് താമസിച്ചത്? താമസിച്ചെന്നോ? ഞാനോ? എത്ര നേരമായി ചേച്ചി കിടന്ന് വിളിക്കുന്നത്? അതിന് നീ ഇപ്പൊ അങ്ങോട്ട് ഒരു കോളിംഗ് ബെല്ല് അടിച്ചല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ ഞാൻ വാതിൽ തുറന്നില്ലേ? കൊള്ളാം. ഞാൻ വന്നിട്ട് കുറെ സമയമായി. ബെല്ല് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ കിടന്ന് കുറെ നേരം ബെല്ലടിച്ച്. ഇന്നാ ചേച്ചി പാല്? ചേച്ചി പൈസ? പാലിന്റെ പൈസ എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ നാളെ തരാം. ഇന്ന് നീ ചെല്ലേ. ഓക്കെ ചേച്ചി. ആഹാ, വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയോ? അല്ലാതെ നീ എന്താ വിചാരിച്ചേ? ഓയ് ജിക് ജിക് ജിക്. പാലൊക്കെ കാച്ചി കുടിക്കണം കേട്ടോ. മിടുക്കിയായിട്ട് വളർന്നു വരണം. ഓ, മിൽക്ക് മിൽക്ക്. അല്ല, ശിവയും കവിരിയും ഒന്നും എണീച്ചില്ലേ ചേച്ചി? അവര് നല്ല ഉറക്കവാ. ഇന്ന് ഹോളിഡേ അല്ലേ, അതുകൊണ്ട് രണ്ടുപേരും കിടന്നുറങ്ങിയോ. ഞാൻ പിന്നെ വിളിക്കാനും നിന്നില്ല. ശരി ചേച്ചി, എന്നാ ഞാൻ ചെല്ലട്ടെ. ഓക്കെ, നമുക്ക് പാല് കാച്ചി കുടിച്ചാം. പാല് കാച്ചി കുടിച്ചാലോ. ഉറങ്ങടച്ചേക്കാം. അമ്മയുടെ ചെല്ല പാറൂസ് തൽക്കാലം ഇതിനകത്തിരുന്നോ. വീഴാതെ പിടിച്ചിരിക്കണം കേട്ടോ. ഹോഴ്സ് എന്താ ഇത്?
അവിടെ ഇരുന്ന് കളിക്ക്, അമ്മ വേഗം പാലാച്ചിട്ട് വരാം. ഈ ശിവയും ഗൗരി രാത്രി എണീറ്റ് പാത്രം എല്ലാം താഴെ തള്ളിയിട്ടേക്കും. ഇന്നെന്തായാലും ഹോളിഡേ ആയത് എൻ്റെ ഭാഗ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ കിടന്ന് പെടച്ചടിക്കേണ്ട വന്നേനെ. മീനെടുത്തങ്ങ് വെള്ളത്തിൽ ഇടാം, അങ്ങ് അതൊക്കെ മാറുമ്പോൾ കണ്ടിച്ചു വെക്കാലോ. ഇച്ചിരി വെള്ളം ഒഴിച്ചിരിക്കാം. ഇനി പാലും കൂടെ കാച്ചാൻ വെക്കാം. ഇനി രണ്ടാൾക്കുള്ള പാല് കൂടെ അങ്ങ് ഒഴിച്ച് വെക്കാം. ഓ, ബാക്കി പാല് ഫ്രിഡ്ജിൽ വെച്ചില്ലല്ലോ. ഓ, ഇന്നലത്തെ പാൽ അവിടെ ഇരിക്കുകയും ചെയ്യുകയാണ്. ദിവന്മാർക്ക് അത് ശിവയ്ക്കും ഗൗരിക്കും കൂടെ ബാക്കി കാച്ചി കൊടുക്കാം. ഫ്രിഡ്ജ് അങ്ങ് അടയ്ക്കാം. ഇനി ഇവരുടെ പാലും കൂടി എടുത്തൊഴിക്കട്ടെ. അങ്ങനെ പാല് കാച്ചി വലിയൊരു പണി തന്നെ കഴിഞ്ഞത്. പാറുമോളെ, ആഹാ, പാറുമോളിപ്പോ നല്ല കണക്ക് സംസാരിക്കാൻ തുടങ്ങിയല്ലോ. പാറുമോക്കുള്ള പാല് കുച്ചു കുച്ചു കുച്ചു. എന്നാ പിടിച്ചു കുടിക്ക്, കയ്യിൽ പിടിച്ചു കുടിക്ക്. മമ്മയ്ക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. മമ്മ മോടെ കയ്യിൽ പിടിച്ചു തന്നാലേ ബാക്കി പണിയൊക്കെ ആര് ചെയ്യും? മിടുക്കി, എന്നാ പിടിച്ച് കുടിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മിടുക്കി, ഇതുപോലെ വേണം കുപ്പി പിടിക്കാൻ കേട്ടോ. ഇനി കുടിച്ചോ. അമ്മ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. ഗൗരി ചേച്ചിയും ശിവച്ചേട്ടായിയും വിളിക്കണം. മോളുടെ അനിയൻ കുട്ടനിക്ക് ഡ്രസ്സ് മാറിക്കൊടുക്കണം, കുളിപ്പിക്കണം. അതൊക്കെ പപ്പ ചെയ്യൂന്നോ? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, എന്തായോ എന്തോ അവിടെ. ഗുഡ് മോർണിംഗ് കാവേരി. ഞാൻ എപ്പോഴേ എണീറ്റ്. ഞാൻ വിചാരിച്ചാൽ നല്ല ഉറക്കമായിരിക്കുമെന്ന്. ഞാൻ എണീറ്റിട്ട് കുറേ നേരമായി. ഞാനെന്താ ഹൈഡ് ചെയ്ത്? ഞാനൊന്നും ഹൈഡ് ചെയ്തില്ല. ഞാൻ കണ്ടതാ. നീ എന്താ ഹൈഡ് ചെയ്യുന്നുണ്ട്? എന്താ ഹൈഡ് ചെയ്തത്? എന്നോട് പറ. ഞാൻ എന്താ ഹൈഡ് ചെയ്തെന്നാ നീ പറയുന്ന ഗൗരി? അത് ഞാൻ കാണിച്ചു തരാം. അയ്യോ അയ്യോ അയ്യോ, ഗൗരി വരുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് മാറ്റി വെക്കാം. ഫോണിൽ കുറേ ഗെയിംസ് ഉണ്ട്. ഇതെടുത്ത് നമുക്ക് പില്ലോടെ അടിയിൽ വെക്കാം, അല്ലെങ്കിൽ ഗൗരി കണ്ടുപിടിക്കും. ഇനി ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം. എന്താ രാവിലെ തന്നെ എണീച്ചില്ല രണ്ടുപേരും? സ്കൂൾ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഉണരുമോ? എത്ര വിളിച്ചാലും ഉണരില്ല. സ്കൂളില്ലാത്ത സമയത്താവട്ടെ രണ്ടുപേരും രാവിലെ എണീച്ചോളും. എന്താ പറ്റി? ഇതെന്താ ഗൗരി ഇത്? ഒരു മാനേഴ്സ് ഇല്ലല്ലോ നിനക്ക്. ഇന്നലെ രാത്രി എങ്ങനെ വിരിച്ചിട്ടതാ ഈ ബെഡ്? ഇതെന്തോ ഗൗരി കാണിച്ചേക്കുന്നത്? വന്ന് വീണോ? നിനക്ക് ശ്രദ്ധിച്ച് കടന്നൂടെ ഗൗരി? മമ്മ ഉറക്കത്തിന് വീണയല്ല അവള് അല്ലാതെ വന്ന് വീണതാ. ചാടി എണീറ്റ് വന്ന് വീണ്. എന്തെങ്കിലും ആവട്ടെ. ശിവ, എന്താ മമ്മ? നീ ഫോൺ എടുത്തോ പപ്പയുടെ? പപ്പയുടെ ഫോൺ അത് പിന്നെ എടുത്ത്
എപ്പോ ഉണർന്നു നീ? ഞാൻ ഒത്തിരി നേരമായി ഉണർന്നിട്ട്. ഉണർന്നപ്പോ ഞാൻ വന്ന് പപ്പയുടെ ഫോൺ എടുത്ത് ഗെയിം കളിച്ച്. എന്തായാലും ഇത് നല്ല സ്വഭാവമല്ല കേട്ടോ. രാവിലെ എണീറ്റ് ഗെയിം കളിക്കാം. ചീത്ത കുട്ടികൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ ചീത്ത കുട്ടിയാണോ? സോറി മമ്മ. ഗെയിമൊക്കെ കളിക്കാം, കുറച്ച് കളിക്കാവുള്ളൂ. അല്ലാതെ രാവിലെ തന്നെ ഉറക്കം എണീക്കുന്ന ഉടനെ ഒന്നും ഗെയിം കളിക്കാൻ പാടില്ല കേട്ടോ. രണ്ടാളും ഇനി ചെന്ന് ആദ്യം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡൊക്കെ ക്ലീൻ ചെയ്യും. എന്നിട്ട് രണ്ടുപേരും പോയി ബ്രഷ് ചെയ്തിട്ട് വാ. മമ്മ പാൽ കാച്ചി തരാം. ചായ നിങ്ങൾ കുടിക്കില്ലല്ലോ. ഞാനെന്താ പോയി മോനെ നോക്കട്ടെ. പപ്പയുടെ ഫോണ് കൊണ്ട് കൊടുക്കാം. പപ്പേ 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 പപ്പേ. ആദ്യം എൻ്റെ ബെഡ് ഒതുക്കട്ടെ. എൻ്റെ ചോയ്, എൻ്റെ നമ്മുടെ പൂച്ചക്കുട്ടി ചോയ് ഇതിവിടെ വെക്കാം. പിള്ളേരല്ലേ, ബെഡ്ഷീറ്റ് 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 വിരിച്ചിടാം. ലാ 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 ലാ. Okay, then pillow clean. Ching 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 ching. Then my toys. Toy. Oh. എൻ്റെ 2 toys ഉണ്ട്. ഫസ്റ്റ് ടോയ് എൻ്റെ ഫേവറേറ്റ് ടോയ്. ഇതെൻ്റെ ബിയർ ടോയ്. ഗ്രീൻ അല്ലല്ലോ, ഇതിൻ്റെ കളറല്ല. ഓക്കെ, ഫിനിഷ്. ഇനി ശിവ വരുന്നതിന് മുമ്പ് ഓടിപ്പോയി ബ്രഷ് ചെയ്യാം. ഓ, അച്ഛനും മോനും കൂടെ രാവിലെ തന്നെ ടിക്ടോക്കും കണ്ട് ചിരിച്ചിരിച്ചിരിക്കല്ലേ. ഞാൻ എന്തൊരു പണിയും ചെയ്തിട്ട് വന്നതാ. നിങ്ങൾക്ക് ഈ സ്നാഗ് ഒന്ന് മാറി കൊടുത്തൂടായിരുന്നോ? ഞാൻ മാറ്റി കൊടുത്തതാ, പുതിയതാ ഇട്ടിരിക്കുന്നത്. നിന്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് അപ്പിയിടുന്ന എന്റെ കുഴപ്പമാണോ? അല്ലടാ കുട്ടാ. പിന്നല്ലാതെ. ഓ പിന്നെ ഇതൊക്കെ പിന്നെ എന്റെ കുഴപ്പമില്ലേ. എങ്ങനെ ഇരുന്നാ മതിയല്ലോ. തിരി ഇനി ഡ്രസ്സ് മാറ്റി തരാം. 100 കൂട്ടം പണിയുണ്ട്. വീണ്ടും പണി ഉണ്ടാക്കി തരും അവൻ. അടുക്കളയിൽ അമ്മയ്ക്ക് എന്തൊരു പണിയുണ്ടെന്നറിയാവോ? നിനക്കൊന്നും അറിയണ്ടല്ലോ. നീ ഇതിട്ടാ മതി കേട്ടോ. എല്ലാത്തിനും മൂന്നുണ്ട്. കൈയൊക്കെ പൊക്കി. മമ്മ ഇതിട്ടിട്ട് വേണം കിച്ചണിലോട്ട് പോവാൻ. അങ്ങോട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അമ്മ. ഇനി ഒരുപാട് പണിയുണ്ട് അമ്മയ്ക്ക്. അയ്യോ, പാലെടുക്കാൻ മറന്നു. ഗൗരി മോളെ, കിച്ചണിൽ നിന്ന് പാലും എടുത്തിട്ട് വാ. ആദ്യം മോന്റെ പാല്. എന്തായാലും ഞാൻ ബ്രഷ് ചെയ്ത് ശരിയൊക്കെ ഫസ്റ്റ് അടിച്ചു ഞാൻ. ഓക്കേ, ഇനി പോയി ബേബിക്ക് പാലെടുത്ത് കൊടുക്കാം. എന്തേ പാല്? അതായിരിക്കുന്നു. എന്തോ ഇത്? നിന്നോട് പറഞ്ഞിട്ട് എത്ര നേരമായി, അതുകൊണ്ട് ഞാൻ വന്നെടുത്തത്. ഓ, രണ്ടും കൂടെ തുടങ്ങിയല്ലോ രാവിലെ തന്നെ. ഓ, പഠിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടായിരുന്നു. രാവിലെ കുറച്ച് മെനക്കെട്ടാ മതിയായിരുന്നു. ഇവരുടെ പ്രശ്നം തീർത്തേക്ക്. രാവിലെ തന്നെ ഫോണിൽ കളിച്ചോണ്ട് കിടയല്ലേ കേട്ടോ. എന്താ ഇവിടെ? എന്താ ഇവിടെയെന്നോ? അവിടെ നിന്ന് ആ ഫോണും എടുത്തേ. എന്തോ ആടി? ഒരു ഫോണ് അവിടെ വെക്കി.
ദേ രാവിലെ തന്നെ രണ്ടുപേരും കൂടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കും, എനിക്ക് വയ്യ. അമ്മയുടെ മാല പൊട്ടിപ്പോയി. ആ കഴിഞ്ഞോ രണ്ടിന്റെയും പ്രശ്നം? അങ്ങനെ ഇന്നത്തെ യുദ്ധം തുടങ്ങി അല്ലേടാ മോനെ?